വെൽക്കം ബാക്ക്. എല്ലാവരും ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് മെയ് 28. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ഇൻ്റർനാഷണൽ ഡേ ഓഫ് ആക്ഷൻ ഫോർ വുമൻസ് ഹെൽത്താണ്. അതുപോലെ തന്നെ ഇന്ന് മെൻസ്ട്രുവൽ ഹൈജീൻ ഡേ കൂടിയാണ്. അപ്പോൾ എന്താണ് ഈ മെൻസ്ട്രുവൽ ഹൈജീൻ? എന്താണ് ഈ മെൻസ്ട്രുവൽ ഹൈജീൻ ഡേയുടെ ഇമ്പോർട്ടൻസ്? അതും പറഞ്ഞുതരാം. മെൻസ്ട്രുവൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ ആർത്തവ ശുചിത്വം എന്ന് പറയാം. അതായത് നമ്മൾ പീരീഡ്സിൻ്റെ ഡേയ്സിൽ ഫോളോ ചെയ്യേണ്ടുന്ന കുറച്ച് ഹൈജീനിക് പ്രാക്ടീസസ്, അതിനാണ് നമ്മൾ മെൻസ്ട്രുവൽ ഹൈജീൻ എന്ന് പറയുന്നത്. ആൻഡ് മെൻസ്ട്രുവൽ ഹൈജീൻ ഡേ 2014 മുതൽ ആചരിച്ച് വരുന്നുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ പബ്ലിക്കിലേക്ക് ഈ മെൻസ്ട്രുവൽ ഹൈജീൻ പ്രാക്ടീസസിൻ്റെ ഇമ്പോർട്ടൻസ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ മെൻസ്ട്രുവൽ ഹൈജീൻ ഡേ ആചരിക്കുന്നത്. അപ്പോൾ ഈ മെൻസ്ട്രുവൽ ഹൈജീനിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും മെൻസ്ട്രേഷൻ എന്താണെന്നറിയില്ലേ? നമ്മൾ പീരീഡ്സ് എന്ന് കോമൺ ആയിട്ട് പറയുന്ന മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ബോഡിയിൽ, അതായത് ഒരു ഫീമെയിലിൻ്റെ ബോഡിയിൽ കൺസെപ്ഷൻ, അതായത് ഗർഭധാരണം നടക്കുന്നില്ലെങ്കിൽ നമ്മളുടെ യൂട്രസിൻ്റെ ഉള്ളിലത്തെ ഏറ്റവും ഉള്ളിൽ വരുന്ന ലെയർ ആയിട്ടുള്ള എൻഡോമെട്രിയം ഇങ്ങനെ ഷെഡ് ചെയ്ത് പോകും. അതായത് അത് കൊഴിഞ്ഞു പോകുന്നു. എൻഡോമെട്രിയം ഷെഡ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിനെയാണ് നമ്മൾ ഈ മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ പീരീഡ്സ് എന്നൊക്കെ വിളിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ ഷെഡ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ടെന്നറിയാം? നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്, എൻഡോമെട്രിയത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ടാവും. അതുപോലെ തന്നെ അവിടെ എൻഡോമെട്രിയത്തിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ബ്ലഡ് വെസൽസ് റപ്ചർ ആകുമ്പോൾ വരുന്ന ബ്ലഡ്, അത് ഒരു ഡാർക്ക് കളറിലായിട്ടുള്ള ബ്ലഡ് ഉണ്ടാവും. അതിനോടൊപ്പം കുറച്ച് മ്യൂക്കസ്, ഒരു വഴുവഴുപ്പില്ലേ നമ്മുടെ പീരീഡ്സിൻ്റെ ബ്ലഡിന്, അത് ഈ മ്യൂക്കസ് കണ്ടൻറ്റ് ഉള്ളത് കൊണ്ടാണ്. ആ മ്യൂക്കസും നമ്മുടെ ശരീരത്തിൽ തന്നെ പ്രസൻ്റ് ആയിരിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ബാക്ടീരിയാസും, പിന്നെ ഇത് വജേനയിലൂടെയാണല്ലോ കടന്നു വരുന്നത്. അപ്പോൾ വജേനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സെക്രീഷൻസ്, അങ്ങനെ വജേനൽ സെൽസ്, അതുകൂടാതെ കുറച്ച് പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, എൻസൈംസ്, ഹോർമോൺസ്, ഇങ്ങനെയുള്ള കണ്ടൻസ് മാത്രമാണ് നമ്മുടെ ഈ മെൻസ്ട്രുവൽ ബ്ലഡിലുള്ളത്. സോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഒരു ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും. മെൻസ്ട്രുവൽ ബ്ലഡ് ഇംപ്യൂർ ആണോ? മെൻസ്ട്രുവൽ ബ്ലഡ് അശുദ്ധമാണോ? ആർത്തവം എന്ന് പറഞ്ഞാൽ അശുദ്ധമാണെന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും കേട്ടെന്ന് മനസ്സിലായില്ലേ? അത് നമ്മളുടെ ശരീരത്തിൽ തന്നെയുള്ള കണ്ടൻസ് മാത്രമാണ് പുറത്തേക്ക് പോകുന്നത്. അതിൽ അശുദ്ധമായിട്ടുള്ള ഒന്നുമില്ല, ഇംപ്യൂരിറ്റി ഒന്നുമില്ല. സോ ഫസ്റ്റ് തിങ് ടു റിമെമ്പർ ഈസ്, നമ്മളുടെ മെൻസ്ട്രുവൽ ബ്ലഡ് എന്ന് പറയുന്നത് അശുദ്ധമല്ല. ഓക്കെ. പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇതിൻ്റെ കളറും അതുപോലെ തന്നെ സ്മെല്ലും ഒക്കെയോ? ആ ഒരു കളറും സ്മെല്ലും കൊണ്ടാണ് പലർക്കും ഈ ആർത്തവ രക്തം എന്ന് പറയുന്നത് അശുദ്ധമായിട്ട് തോന്നുന്നത്. സോ അതിനൊരു ക്ലാരിഫിക്കേഷൻ കൂടി തരാം. നമ്മുടെ ശരീരത്തിൻ്റെ സാധാരണ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് മുറിയുമ്പോൾ ഉണ്ടാകുന്ന ബ്ലഡ് എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു സ്മെല്ല് ഉണ്ടാവില്ല, അതുപോലെ കളറും ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അത് ഫ്രഷ് ബ്ലഡാണ്. നിങ്ങൾ കാണുന്ന ആ ബ്ലഡ് എന്ന് പറയുന്നത് ഫ്രഷ് ബ്ലഡാണ്. അത് അപ്പം തന്നെ ക്ലോട്ടായിട്ട് അങ്ങ് പോകും. പക്ഷേ കുറേ അധികം മുറിവുണ്ടാവുകയോ, അല്ലെങ്കിൽ ഇപ്പം വേറെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ ചിക്കനൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ബ്ലഡ് ഉണ്ടാവില്ലേ, കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടാകുന്ന ബ്ലഡ്, അതിനൊരു സ്മെല്ലില്ലേ? അതുപോലെ അതിനൊരു ഡാർക്കായിട്ടുള്ള കളറും അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മളുടെ മെൻസ്ട്രുവൽ ബ്ലഡും കുറച്ച് സമയം കഴിഞ്ഞിട്ടല്ലേ പുറത്തേക്ക് വരുന്നത്. അതുപോലെ പുറത്തേക്ക് വരുമ്പോൾ തന്നെയല്ല, നമ്മൾ ആ പാഡിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാനിറ്ററി പ്രോഡക്റ്റ് എന്ത് തന്നെ ആയിക്കോട്ടെ, അതിൽ ഇരിക്കുന്ന ബ്ലഡാണ് നമ്മൾ സ്മെല്ല് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ കാണുന്നതും. സോ ആ കളറും ആ സ്മെല്ലും നമ്മളുടെ ബ്ലഡ് ഓക്സിജനുമായിട്ട് ചേർന്ന് റിയാക്ഷൻ സംഭവിച്ചതിന് ശേഷമുള്ളതാണ്. ഈ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടന്നു കഴിയുമ്പോൾ നമ്മളുടെ ബ്ലഡിന് അങ്ങനെ ഒരു സ്മെല്ലും അതുപോലെ ഡാർക്ക് കളറും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മെൻസ്ട്രുവൽ ബ്ലഡിന് ഈ ഒരു കളർ ചേഞ്ചും സ്മെൽ ചേഞ്ചും ഉള്ളത്. പിന്നെ നോർമലായിട്ടുണ്ടാകുന്ന ആ ഒരു മെൻസ്ട്രുവൽ ബ്ലഡിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് അവനവന് മാത്രമാണ് ഫീൽ ചെയ്യാൻ പറ്റുക. അതും നമ്മൾ നോർമലായിട്ട് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്തൊന്നും ഫീൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മൾ പാഡ് ചേഞ്ച് ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വാഷ്റൂം യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് ആ സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കൊന്നും അത് ഫീൽ ചെയ്യില്ല. പക്ഷേ ചില ആൾക്കാരിൽ ഈ സ്മെല്ല് വളരെയധികം കൂടുതലായിട്ട് കാണാറുണ്ട്. അത് നിങ്ങൾ ഒന്നല്ലെങ്കിൽ ഈ പറഞ്ഞ മെൻസ്ട്രുവൽ ഹൈജീൻ പ്രാക്ടീസ് പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അണ്ടർലൈങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷൻ കൊണ്ടായിരിക്കും. അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് വരുന്ന വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ നമ്മളുടെ നോർമൽ മെൻസ്ട്രേഷൻ എന്താണ്, അബ്നോർമൽ മെൻസ്ട്രേഷൻ എന്താണ്, മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നിപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇന്നത്തെ ടോപ്പിക്, അതായത് മെൻസ്ട്രുവൽ ഹൈജീൻ പ്രാക്ടീസസിനെ പറ്റി മാത്രം സംസാരിക്കാം, അല്ലെങ്കിൽ വലിച്ചു നീട്ടി വെറുതെ ലാഗായി പോകും. സോ മെൻസ്ട്രുവൽ ഹൈജീൻ പ്രാക്ടീസസിലേക്ക് വരുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ആദ്യം ഓർക്കേണ്ട കാര്യം, ഗെറ്റ് റെഡി ഫോർ യുവർ പീരീഡ്സ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് എന്തായാലും അറിയാം നിങ്ങൾക്ക് പീരീഡ്സ് വരും. അത് നമുക്ക് അവിഭാജ്യമായിട്ടുള്ളൊരു കാര്യം തന്നെ. പീരീഡ്സ് വരാൻ വേണം, അല്ലേ? കറക്റ്റായിട്ട് വരാൻ വേണം. അപ്പോൾ റെഗുലർ ആയിട്ടുള്ള സൈക്കിളാണെങ്കിലും ഇറഗുലർ ആയിട്ടുള്ള സൈക്കിളാണുള്ളതെങ്കിലും നമുക്ക് എന്തായാലും പീരീഡ്സ് ആവും. സോ നിങ്ങളുടെ പീരീഡിൻ്റെ ഡേറ്റിനെ പറ്റി അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റെഗുലർ സൈക്കിൾസ് ഉള്ളവർക്കാണ് അത് അത്ര വലിയ ടെൻഷനും കാര്യമൊന്നും ആയിരിക്കില്ല. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വീക്കെങ്കിലും നിങ്ങൾക്ക് അറിയായിരിക്കും ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് പീരീഡ്സ് ആവാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇനി അങ്ങനെ ഓർത്ത് വയ്ക്കാൻ കഴിയില്ലാത്തവരാണെങ്കിൽ കുറേ അധികം പീരീഡ് ട്രാക്കിംഗ് ആപ്പുകൾ ഇപ്പം
നമുക്ക് ലഭ്യമാണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ സിമ്പിളായിട്ടുള്ള ആപ്പുകൾ തന്നെയുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ പീരീഡിൻ്റെ ഡേറ്റ് ജസ്റ്റ് എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് ആകുമ്പോഴത്തേക്കും അവർ നമുക്ക് റിമൈൻഡറൊക്കെ തരും. അപ്പോൾ ഇനി ഇറഗുലർ സൈക്കിൾസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ എപ്പോഴും പ്രിപ്പയർ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിനുള്ള കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന അടിവസ്ത്രങ്ങൾ ഉണ്ടായിരിക്കണം. അല്ലാത്ത സമയത്തും അത് വേണം, ഇല്ലെന്നല്ല. എന്നാലും പീരീഡ്സിലേക്ക് ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി പ്രിപ്പയർ ആയിരിക്കണം. ചിലപ്പോൾ നമ്പർ ഓഫ് പാൻറ്റീസൊക്കെ നമുക്ക് കൂടുതലായിട്ട് വേണ്ടി വരും. അപ്പോൾ അതെല്ലാം റെഡി ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ സാനിറ്ററി പ്രോഡക്റ്റ്, നിങ്ങൾ ഏത് പീരീഡ് മെൻസ്ട്രൽ ഹൈജീൻ പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും, അതിപ്പം ടാംപോൺ ആയിക്കോട്ടെ, ക്ലോത്ത് ആയിക്കോട്ടെ, പാഡ് ആയിക്കോട്ടെ, അതെല്ലാം മെൻസ്ട്രൽ കപ്പ് ആയിക്കോട്ടെ, എന്താണെങ്കിലും അത് റെഡി ആയിരിക്കണം. സോ അങ്ങനെ നമുക്ക് വേണ്ടുന്ന ബേസിക് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ റെഡി ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്ത് നമ്മൾ ഹറിബറിയിൽ കിടന്ന് ഓടേണ്ടി വരരുത്. എന്തായാലും വരുന്നൊരു കാര്യമാണ് പീരീഡ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിട്ടിരിക്കുക. ആൻഡ് സ്ട്രേറ്റ് അവേ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് നമുക്ക് പേഴ്സണൽ ഹൈജീൻ ഈ പീരീഡ്സിൻ്റെ സമയത്ത് കുളിക്കേണ്ടതുണ്ടോ? ആസ് യൂഷ്വൽ നിങ്ങൾ സാധാരണ ദിവസങ്ങളിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേഴ്സണൽ ഹൈജീൻ ഫോളോ ചെയ്തു വരുന്നത്, അതുപോലെ തന്നെ നമ്മളുടെ മെൻസ്ട്രുവേഷൻ്റെ സമയത്തും നമ്മൾ പേഴ്സണൽ ഹൈജീൻ ഫോളോ ചെയ്യണം. നമ്മൾ കുളിക്കണം, വൃത്തിയായിട്ടിരിക്കണം, നമ്മുടെ ശരീരം എപ്പോഴും ശുചിയായിട്ടിരിക്കണം. അത് പീരീഡ്സ് ആയി എന്നുള്ളതുകൊണ്ട് കുളിക്കാണ്ടിരിക്കേണ്ട എന്ന് എവിടെയും ഇല്ല. പിന്നെ തണുത്ത വെള്ളത്തിൽ ഇപ്പോൾ ശരീരത്തിനാണെങ്കിലും അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ സംബന്ധമായിട്ടുണ്ടാകുന്ന വേദനകളുള്ള ആളുകൾക്ക് വളരെ തണുത്ത വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ ആ വേദന ചിലപ്പോൾ കൂടാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇളം ചൂടുള്ള വെള്ളത്തിൽ ശരീരം നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കാം. ഓക്കെ, അതുപോലെ നിങ്ങൾ ആസ് യൂഷ്വൽ സാധാരണ ദിവസങ്ങളിൽ ചെയ്യുന്ന പോലെ തന്നെ വൃത്തിയുള്ളതും അയഞ്ഞതുമായിട്ടുള്ള വേഷം ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സൊക്കെ ഒന്ന് ആ സമയത്തേക്ക് അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും. എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് യൂസ് ചെയ്യാം. എന്നാലും എല്ലാ ദിവസത്തെയും പോലെ തന്നെ ആ സമയത്ത് നമ്മൾ വൃത്തിയുള്ളതും അയഞ്ഞതുമായിട്ടുള്ള വസ്ത്രങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, അടിവസ്ത്രങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും വൃത്തിയുള്ള അടിവസ്ത്രങ്ങൾ തന്നെ എപ്പോഴും, നോട്ട് ഓൺലി ഡ്യൂറിങ് മെൻസ്ട്രൽ ഡേയ്സ്, എപ്പോഴും നിങ്ങൾ വൃത്തിയുള്ള അടിവസ്ത്രങ്ങൾ തന്നെ യൂസ് ചെയ്യുക. കോട്ടൺ ആയിട്ടുള്ളതായിരിക്കണം, കഴുകി ഉണക്കിയതായിരിക്കണം. വെയിലത്ത് ഉണക്കിയത് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വെയിലത്ത് ഉണക്കാൻ പറ്റില്ല. അപ്പോൾ എന്നാലും നല്ല കഴുകി ഉണങ്ങി വൃത്തിയായിട്ടുള്ള അടിവസ്ത്രങ്ങൾ തന്നെ ഉപയോഗിക്കുക. പിന്നെ പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഡൗട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലഡ് സ്റ്റെയിൻസ്. നമുക്ക് ചിലപ്പോൾ ലീക്കിംഗ് ഉണ്ടാവും അല്ലേ? എത്ര തന്നെ നന്നായിട്ട് നമ്മൾ പാഡ് വെച്ചു അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ പോലും നമുക്ക് ചിലപ്പോൾ ലീക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഡ്രസ്സസിലും അതുപോലെ തന്നെ നമ്മളുടെ ബെഡിലും ബെഡ്ഷീറ്റിലും ഒക്കെ ചിലപ്പോൾ ബ്ലഡ് പറ്റും. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. അതെല്ലാവരും ചെയ്യുന്നുണ്ടാവും. അത് എന്ത് വന്നാലും ഒരിക്കലും അത് കൂട്ടിയിടരുത്. അതിപ്പോൾ നമ്മളുടെ നോർമൽ ബ്ലഡ് ആയിക്കോട്ടെ, മെൻസ്ട്രൽ ബ്ലഡ് ആവണമെന്നില്ല, നോർമൽ ബ്ലഡ് തന്നെ കുറേ സമയം ഇരുന്ന് കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷ്യസ് ആയിട്ട് മാറും. അപ്പോൾ അതേ പോയിന്റ് തന്നെയാണ് ഇവിടെ ഉള്ളൂ. ബ്ലഡ് ഒരിക്കലും കുറേ സമയത്തേക്ക് കൂട്ടിയിടാണ്ടിരിക്കുക. അങ്ങനെ ബ്ലഡ് സ്റ്റെയിൻ ആവുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ കഴുകി വൃത്തിയാക്കി ഉണക്കി സൂക്ഷിക്കുക. ഓക്കെ, അത് കഴുകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ബ്ലഡ് സ്റ്റെയിൻ പോകണമെന്നില്ല. അപ്പോൾ തണുത്ത വെള്ളത്തിൽ നല്ല സോപ്പ് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം നമുക്ക് ചൂടുവെള്ളത്തിൽ അത് ഡിസിൻഫെക്റ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി പേഴ്സണൽ ഹൈജീന് ശേഷം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ പ്രൈവറ്റ് പാർട്ട്, അതായത് നമ്മുടെ ജെനൈറ്റൽസ്, നമ്മളുടെ യോനി ഭാഗത്തിൻ്റെ ശുചിത്വത്തിനെ പറ്റിയിട്ടാണ്. അത് പേഴ്സണൽ ഹൈജീനിൽ ഞാൻ പറഞ്ഞതുപോലെ അത് പീരീഡ്സിൻ്റെ സമയത്ത് മാത്രമല്ല, എപ്പോഴും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ആ യോനി ഭാഗത്തിൻ്റെ വെജൈനൽ പാർട്ടിൻ്റെ ക്ലീൻനെസ് എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അടിവസ്ത്രങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നനഞ്ഞതൊന്നും ആയിട്ടുള്ള അടിവസ്ത്രങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ നല്ല കഴുകി ഉണങ്ങി വൃത്തിയായിട്ടുള്ള അടിവസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക. പിന്നെ യോനി ഭാഗം നമ്മൾ ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്യുക. അതുപോലെ സെക്ഷൽ ഇൻ്റർകോഴ്സിന് മുമ്പും അതിന് ശേഷവും നന്നായിട്ട് വാഷ് ചെയ്യുക. അങ്ങനെ വാഷ് ചെയ്യുമ്പോൾ കുറേ പേർക്കുള്ളൊരു തെറ്റായിട്ടുള്ള ഒരു പ്രാക്ടീസാണ് സോപ്പ് യൂസ് ചെയ്യുന്നത്. സോപ്പോ ഡിയോഡറൻസോ യോനി ഭാഗം വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാതിരിക്കുക. അത് അവിടുത്തെ pH ആൾട്ടർ ചെയ്യുന്നതിന് കാരണമാകും. അതുകൊണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. പ്രോഡക്റ്റ്സിൻ്റെ നെയിമൊന്നും പറയുന്നില്ല, പക്ഷേ അങ്ങനത്തെ നമുക്ക് പേഴ്സണൽ പാർട്സ് വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. ഒന്നല്ലെങ്കിൽ അത് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ജസ്റ്റ് ഇളം ചൂടുവെള്ളമോ അല്ലെങ്കിൽ സാധാരണ വെള്ളമോ ഉപയോഗിച്ച് നിങ്ങൾക്കത് വാഷ് ചെയ്യാം. വാഷ് ചെയ്തതിന് ശേഷം തുടയ്ക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പ്രൈവറ്റ് പാർട്സ് നന്നായിട്ട് തുടച്ച് അത് ഡ്രൈ ആയിട്ട് വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട്. അല്ലെങ്കിൽ അവിടെ നനവുണ്ടെങ്കിൽ വീണ്ടും നമ്മളുടെ അടിവസ്ത്രം നനയുകയും പിന്നെയും ഇൻഫെക്ഷൻസും വജൈനൽ ഡിസ്ചാർജും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. സോ വൈപ്പ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഒന്നും യൂസ് ചെയ്യരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വൃത്തിയുള്ള കോട്ടൺ ക്ലോത്ത്സ് യൂസ് ചെയ്യുക. പിന്നെ വൈപ്പ് ചെയ്യുമ്പോൾ അതും എപ്പോഴും വൈപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പക്ഷേ വൈപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻഭാഗത്തേക്ക്, അതായത് ഫ്രണ്ടിലേക്ക് വൈപ്പ് ചെയ്യും. ഫ്രണ്ടിലേക്ക് നമ്മുടെ വജൈനയുടെ സൈഡിലേക്ക് വൈപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ മലദ്വാരത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഇൻഫെക്ഷൻസ് നമ്മളിങ്ങോട്ട് സ്പ്രെഡ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ബാക്കോട്ട് വേണം വൈപ്പ് ചെയ്യാനായിട്ട്.
ഓക്കെ, അങ്ങനെ കോട്ടൺ ഡ്രൈ ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള ക്ലോത്ത് കൊണ്ട് ബാക്കിലേക്ക് വൈപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് പീരീഡ്സിൻ്റെ സമയത്ത് മാത്രമല്ല, ജനറലി എപ്പോഴും ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് ആ ഭാഗത്തുണ്ടാകുന്ന രോമങ്ങൾ. ഈ രോമത്തിനെ നമ്മൾ ക്ലീൻ ആക്കി തന്നെ സൂക്ഷിക്കണം. എപ്പോഴും അത് ഷേവ് ചെയ്യണം എന്ന് പറയുന്നില്ല, ഷേവ് ചെയ്യുമ്പോൾ മുറിയാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് മാത്രം ചെയ്യുന്നവർക്ക് ഷേവ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ട്രിം ചെയ്ത് കത്രിക കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ട്രിം ചെയ്താലും മതി. ജസ്റ്റ് കട്ട് ചെയ്ത് കുറച്ചായിട്ട് തന്നെ നിർത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കുറേയധികം രോമങ്ങളൊക്കെ ആ ഭാഗത്ത് ഉണ്ടെങ്കിൽ അത് വീണ്ടും ഈ പറഞ്ഞ പോലെ അവിടെ ഇൻഫെക്ഷൻസ് ഒക്കെ എന്താ പറയുക, ഇൻഫെക്ഷൻസിനുള്ളൊരു സോഴ്സായിട്ട് അത് ആക്ട് ചെയ്യും. സോ ഈ പ്യൂബിക് ഹെയർ, അതായത് നമ്മുടെ ഗുഹ്യഭാഗത്തുണ്ടാകുന്ന രോമങ്ങളെയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഷേവ് ചെയ്തിട്ടാണെങ്കിലും കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കണം. പിന്നെ അവിടെ കെമിക്കൽസ് യൂസ് ചെയ്യരുത്. നമ്മൾ കെമിക്കലായിട്ട് നമ്മുടെ രോമങ്ങൾ കളയാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങളില്ലേ, അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ യൂസ് ചെയ്യരുത്. ഇത് ജനറൽ ആയിട്ടുള്ള ഒരു ഹൈജീനിക് പ്രാക്ടീസസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ലോക്കൽ ഏരിയയുടെ, നമ്മുടെ യോനി ഭാഗത്തിൻ്റെ ശുചിത്വം എല്ലാ ദിവസത്തെയും പോലെ തന്നെ മെൻസ്ട്രേഷൻ്റെ ഡേയ്സിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മെൻസ്ട്രൽ ഹൈജീൻ പ്രോഡക്ട്സിനെ പറ്റിയിട്ടാണ്. മെൻസ്ട്രൽ ഹൈജീൻ പ്രോഡക്ട്സ് ആയിട്ട് നമ്മളുടെ ഇന്ത്യയിൽ, അതായത് പൊതുവെ കേരളത്തിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യാറുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ തുണി, ക്ലോത്ത്, പിന്നെ സാനിറ്ററി പാഡ്സ്. അത് ഡിസ്പോസിബിൾ ആയിട്ടുള്ളതും റീയൂസബിൾ ആയിട്ടുള്ള പാഡ്സും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ സാനിറ്ററി പാഡ്സ്, പിന്നെ നമ്മുടെ മെൻസ്ട്രൽ കപ്പ്. ഇപ്പോൾ ഏറ്റവും അധികം പോപ്പുലറായിട്ട് നിൽക്കുന്നതും ഏറ്റവും ഇൻ യൂസ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് മെൻസ്ട്രൽ കപ്പാണ്. അപ്പോൾ മെൻസ്ട്രൽ കപ്പ്. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള പീരീഡ് പാൻറ്റീസ് ഉണ്ട്, പിന്നെ ടാംപൂൺസ് ഉണ്ട്. ടാംപൂൺസ് അങ്ങനെ അത്ര കോമൺ അല്ല, എന്നാലും ടാംപൂൺസും ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മുടെ മെൻസ്ട്രൽ ഹൈജീൻ പ്രോഡക്ട്സ് ആയിട്ട് വരുന്നത്. ഇതിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്തും ആയിക്കോട്ടെ, അത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ്, തുണിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. തുണി യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. തുണി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് ലീക്കിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അത് ഒരഞ്ഞിട്ട് പൊട്ടാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ തുണിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വൃത്തിയുള്ള കോട്ടൺ തുണി വേണം യൂസ് ചെയ്യാനായിട്ട്. അത് ഈ പറഞ്ഞ പോലെ കഴുകി വെയിലത്ത് ഉണക്കി നമ്മൾ തേച്ചൊക്കെ വെച്ചിരിക്കുന്ന നല്ല വൃത്തിയുള്ള തുണികൾ മാത്രം ഉപയോഗിക്കുക. തുണിയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ 4 മുതൽ 6 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ബ്ലീഡിങ് അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുക. നനവോടുകൂടി അവിടെ കുറേ സമയം അത് ഇരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ബ്ലീഡിങ് ഇല്ല, കുറവാണെങ്കിൽ പോലും അതൊരു 6 മണിക്കൂറിന് കൂടുതൽ നമ്മളവിടെ വെച്ചേക്കാൻ പാടില്ല. ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വീണ്ടും അത് നന്നായി കഴുകി ഉണക്കി വേണം എടുത്ത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. നനവോടുകൂടി കഴുകിയ ഉടനെ ഉള്ള തുണി വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഒരു തുണി തന്നെ നമുക്കൊരു മാക്സിമം ഒരു 3 തൊട്ട് 4 മാസം വരെയുള്ള സമയത്തേക്കാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് അത് ഡിസ്പോസ് ചെയ്യുക. വേറൊരാൾ ഉപയോഗിച്ച തുണി ഒരു കാരണവശാലും ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ പലർക്കും പീരീഡ്സ് ഉള്ളതുണ്ടാവും. അപ്പോൾ എത്ര കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാലും വേറൊരാൾ ഉപയോഗിച്ചിട്ടുള്ള തുണി നിങ്ങൾ ഉപയോഗിക്കരുത്. നെക്സ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ഇൻ യൂസ് ഉള്ളൊരു സാധനമാണ് നമ്മുടെ സാനിറ്ററി നാപ്കിൻസ്, അതായത് പാഡുകൾ അല്ലേ. പാഡ് യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കുറേയധികം പോയിൻറ്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലർജിക് അല്ലാത്ത ഒരു ബ്രാൻഡിൻ്റെ പാഡ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈയിടെയായിട്ട് നമുക്ക് ഒരു മേജർ കമ്പനിയുടെ പേര് ഞാൻ പറയില്ല, പാഡിനെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പേർക്ക് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്കത് പറ്റില്ല എന്നാണെങ്കിൽ എന്ത് വന്നാലും അത് അവിടെ ഡ്രോപ്പ് ചെയ്യുക. അവിടെ നിങ്ങൾ കോസ്റ്റ് എഫക്റ്റ് ഒന്നും നോക്കാൻ പോകരുത്. അതായത് കാശ് കുറവാണ് എന്നുള്ള കാരണം കൊണ്ട് ഒരിക്കലും നമ്മളത് യൂസ് ചെയ്തത് പിന്നീട് പല പല പ്രശ്നങ്ങൾക്കും കാരണമാകും. സോ നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾക്ക് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഇറ്റ്, ചേഞ്ച് ദ ബ്രാൻഡ്. നിങ്ങൾ ആ ബ്രാൻഡ് മാറ്റുക. ഓക്കെ, കോട്ടൺ ആയിട്ടുള്ള പാഡൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉപയോഗിച്ച് നമ്മുടെ ഈ വാഴനാരിന്നും ചകിരിന്നും ഒക്കെയുള്ള പാഡ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഈ പ്ലാസ്റ്റിക്കും സോഫ്റ്റ് ജെൽ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന പാഡുകളിൽ കുറേയധികം കെമിക്കൽസും ഉണ്ട്. അതിൽ ഡയോക്സിനൊക്കെ ഉണ്ട്. അതൊക്കെ ക്യാൻസറസ് ഏജൻസ് വരെയാണെന്നുള്ള സ്റ്റഡി റിപ്പോർട്ട്സ് ഇപ്പോൾ വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള പാഡുകളൊക്കെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റുക. ഓക്കെ, കുറച്ച് കാശ് ഇപ്പോൾ ചിലവാക്കിയാലും നമ്മളുടെ ഹെൽത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സേഫ് ആയിട്ടുള്ള ബ്രാൻഡ്സ്, ഇപ്പോൾ സേഫ് ബ്രാൻഡിൻ്റെ മാത്രം പാഡുകൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കണം. ഓക്കെ, അതുകൊണ്ടൊരു ഇൻഫെക്ഷൻ ഉണ്ടാവരുത്. അതാണ് ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തുണിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പാഡും ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ പാഡ് അബ്സോർബ് ചെയ്യും. ലീക്കിങ്ങിനുള്ള സാധ്യത തുണീനെ അപേക്ഷിച്ച് കുറവാണ്, എന്നാലും ഉണ്ട്. അപ്പോൾ ഒരു പാഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ പാൻറ്റീസിൽ പ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ തിരിച്ച് അത് റിമൂവ് ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 6 hours ആണ് പറയുന്നത്. ഒരു 6 മണിക്കൂറിനുള്ളിലെങ്കിലും പാഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതിൽ കുറേയധികം മിസ്റ്റേക്സ് വരാറുണ്ട്. അതായത് നമ്മുടെ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ല, ചിലപ്പോൾ സ്കൂളിലെ വാഷ്റൂംസ് അവർ യൂസ് ചെയ്യില്ല. സ്കൂളിലെ വാഷ്റൂം പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് ഈ പാഡ് ചേഞ്ച് ചെയ്യാണ്ട് വെച്ചേക്കും.
അത് പിന്നെയും കുറേ അധികം ഇൻഫെക്ഷൻസിനൊക്കെ കാരണമാകും. സോ ഒരിക്കലും അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് ചെയ്യരുത്. ഓഫീസുകളിൽ പോകുന്ന ലേഡീസ് ആണെങ്കിലും സ്കൂളിൽ പോകുന്ന കുട്ടികൾ, കോളേജിൽ പോകുന്ന കുട്ടികളൊക്കെ ഈ ഒരു പ്രശ്നം പറയാറുള്ളതാണ്. അവരത് ചേഞ്ച് ചെയ്യില്ല. അതിൽ ബ്ലീഡിംഗ് ഒന്നും ഇല്ലല്ലോ, ബ്ലഡ് കുറവാണ് എന്നുള്ളൊരു കാരണം പറയും. പക്ഷേ ബ്ലഡ് കുറവാണെങ്കിൽ പോലും ഒരു 6 തൊട്ട് 8 മണിക്കൂറിൽ കൂടുതൽ ഒരിക്കലും ഒരു പാഡും നിങ്ങൾ യൂസ് ചെയ്യരുത്. ഓക്കെ, അതെന്തായാലും ആ സമയത്തിനുള്ളിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ പാഡിൻ്റെ ഡിസ്പോസലിലേക്ക് വരുമ്പോൾ ഇത് നമ്മളുടെ ഒരു എൻവയോൺമെൻറ്റൽ ഹസാർഡ് കൂടിയാണ് ഈ പാഡിൻ്റെ ഡിസ്പോസൽ എന്ന് പറയുന്നത്. പാഡ് കത്തിച്ച് കളയുന്ന ആളുകളുണ്ട്. കത്തിച്ച് കളയുകയാണെങ്കിൽ നമ്മൾ നല്ല തീയിൽ വേണം അത് കത്തിക്കുക. ഇൻസിനറേറ്റേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്, അതുപോലെ കത്തിച്ച് കളയാം. അല്ലെങ്കിൽ നല്ല ആളുന്ന തീയിലാണെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അത് പുകയാൻ കാരണമാകുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഡയോക്സിൻ കണ്ടൻറ്റ് ഒക്കെ വരുന്നത് കൊണ്ട് അതിൽ ഒരുപാട് ചേഞ്ച് വരും, കെമിക്കൽസ് റിലീസ് ആവുകയും ചെയ്യും. സോ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, കുറേ പേര് ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് നമ്മുടെ ടോയ്ലറ്റിൽ തന്നെ ഇട്ടിട്ട് ഫ്ലഷ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ അതൊരിക്കലും അവിടെ ഡീഗ്രേഡായി പോകുന്നില്ല. അതിൻ്റെ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അത് ബ്ലോക്കും അങ്ങനത്തെ ടോയ്ലറ്റിനൊക്കെ ബ്ലോക്ക് ഉണ്ടാക്കാനൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ കുറേ പേര് നമ്മുടെ പുഴകളിലേക്കും അല്ലെങ്കിൽ കായൽ, തോടടുത്തുള്ള അങ്ങനത്തെ സാധനങ്ങളിലേക്ക് വലിച്ചെറിയും. അതും അവിടെ കെട്ടിക്കിടക്കുകയാണ്. അതൊരിക്കലും നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല. അവിടെ നിന്ന് അത് ഡീഗ്രേഡ് ചെയ്ത് പോവില്ല. സോ അങ്ങനത്തെ മിസ്റ്റേക്സ് ഒക്കെ ഒഴിവാക്കുക. പ്രോപ്പറായിട്ടുള്ള സാനിറ്ററി പാഡ്സിൻ്റെ ഡിസ്പോസൽ നിങ്ങൾ ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ മെൻസ്ട്രൽ ഹൈജീൻ പ്രൊഡക്ട്സിൻ്റെ ഇടയിൽ സൂപ്പർ ഹീറോനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മെൻസ്ട്രൽ കപ്പിനെ പറ്റിയിട്ട്. കുറേയധികം പേരെങ്കിലും മെൻസ്ട്രൽ കപ്പിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ മെൻസ്ട്രൽ കപ്സ് യൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽ സിലിക്കൺ ആയതുകൊണ്ട് തന്നെ കെമിക്കലി ഇനേർട്ടാണ്, വേറെ പ്രശ്നങ്ങളൊന്നും അത് ഉണ്ടാക്കുന്നില്ല. പിന്നെ എൻവയോൺമെൻറ്റിന്, നമ്മുടെ പരിസ്ഥിതിക്ക് സൗഹാർദ്ദപരമായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാനിറ്ററി നാപ്കിൻസ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസ്പോസൽ ഒരു വലിയ തലവേദനയാണല്ലോ. ആ ഒരു പ്രശ്നം മെൻസ്ട്രൽ കപ്പിൽ വരുന്നില്ല. പിന്നെ മെൻസ്ട്രൽ കപ്പിൽ നമുക്ക് കറക്റ്റായിട്ട് എത്രമാത്രം ബ്ലഡ് ലോസ് ഉണ്ടായി എന്നുള്ള അളവ് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ മെൻസ്ട്രൽ ബ്ലഡ് ലോസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ബാക്കിയുള്ള ഒരു മെത്തേഡിലും അതുപോലെ ഡയറക്റ്റ് ആയിട്ടുള്ള നമുക്ക് പറ്റില്ല. അപ്പോൾ അത് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നവർക്ക് അത് പറ്റും. എത്രമാത്രം ബ്ലഡാണ് ലോസ് ആയെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ലീക്കേജിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും, ഒരുപാട് ബ്ലഡ് ലോസ് ഉള്ളവരാണെങ്കിൽ ലീക്കേജിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കുറവാണ്. അതുപോലെ തന്നെ അത് കോസ്റ്റ് എഫക്റ്റീവാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 2-3 മാസത്തെ പാഡ്സ് വാങ്ങുന്ന കാശ് കൊണ്ട് നമുക്കൊരു മെൻസ്ട്രൽ കപ്പ് വാങ്ങിക്കാം. പക്ഷേ ആ മെൻസ്ട്രൽ കപ്പ് നമുക്ക് 5 മുതൽ 10 വർഷത്തേക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത്രയധികം കോസ്റ്റ് എഫക്റ്റീവും കൂടിയാണ് മെൻസ്ട്രൽ കപ്സ്. പക്ഷേ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മെൻസ്ട്രൽ കപ്പിനെ പറ്റിയിട്ട് തന്നെ കുറേയധികം വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, അത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൈസിലുള്ള മെൻസ്ട്രൽ കപ്പ് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. എക്സ്ട്രാ സ്മോള്, മീഡിയം, ലാർജ് അങ്ങനെയുള്ള പല സൈസസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആപ്റ്റായിട്ടുള്ള സൈസ് ഏതാണോ അതനുസരിച്ചിട്ട് വേണം ചൂസ് ചെയ്യാനായിട്ട്. ജനറലി പറയുവാണെങ്കിൽ ടീനേജിലുള്ള കുട്ടികൾക്കൊക്കെയാണ് എക്സ്ട്രാ സ്മോൾ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്ഷലി ആക്റ്റീവ് അല്ലാത്ത യങ്ങർ ഏജിലുള്ള ആളുകൾക്ക് സ്മോൾ വരും. സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള ഡെലിവറി ഒന്നും കഴിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്ക് മോഡറേറ്റ് മീഡിയം സൈസ് വരും. ആൻഡ് അത് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് ലാർജ് സൈസ് വരും. ഇത് എപ്പോഴും ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളത് വേണം നിങ്ങൾ ചൂസ് ചെയ്ത് വാങ്ങിക്കാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട, നമ്മളതിൻ്റെ ഇൻസേർഷൻ്റെയും റിമൂവലിൻ്റെയും സമയത്ത്, ആ 2 സമയത്തും നമ്മളുടെ കൈ വളരെയധികം വൃത്തിയായിരിക്കണം. കൈ നന്നായി സോപ്പിട്ട് കഴുകിയതിന് ശേഷം മാത്രം മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യുക. അതുപോലെ റിമൂവ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. ആ ഒരു പോയിന്റ് നമ്മൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിലാണ് ഇതുകൊണ്ട് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. പിന്നെ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം ബ്ലഡ് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്ത് അത് കഴുകി സൂക്ഷിക്കുക. പിന്നെ അതിൻ്റെ സ്റ്റെറിലൈസേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ചുകൊണ്ടോ നമുക്കതിനെ സ്റ്റെറിലൈസ് ചെയ്ത് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ആൻഡ് ഫൈനലി ഇപ്പോൾ പീരീഡ് പാൻറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്. അത് പീരീഡ്സിന് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആവുന്നു, നമ്മുടെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഈസി ആക്കുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ യൂസ് ചെയ്ത കാര്യങ്ങളോ റിപ്പോർട്ട്സോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ മെൻസ്ട്രൽ പീരീഡ് പാൻറ്റീസ് യൂസ് ചെയ്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ അതിനെ പറ്റിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ടാംപോൺസ് നമ്മൾ ഇന്ത്യയിലും കേരളത്തിലൊന്നും അത്ര കോമൺ ഒന്നുമല്ല. ടാംപോൺസ് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന തരത്തിൽ വരുന്നൊരു മെൻസ്ട്രൽ ഹൈജീൻ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അത് ബ്ലഡ് അബ്സോർബ് ചെയ്തോളും. അതിനുശേഷം നമ്മളത് റിമൂവ് ചെയ്യും. ഈ ഏകദേശം മെൻസ്ട്രൽ കപ്പ് പോലെ തന്നെ വരും. പക്ഷേ ഇതിൽ സംഭവിക്കാറുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ടാംപോൺസ് ഇൻസേർട്ട് ചെയ്തിട്ട് മറന്നു പോവുമോ അല്ലെങ്കിൽ അത് കുറേയധികം സമയം അവിടെ നിൽക്കുവാണെങ്കിൽ അത് ഡെത്തിന് വരെ കാരണമാകാവുന്ന ടോക്സിക് ഷോക്ക് സിൻഡ്രോമിന് കാരണമായിട്ടുള്ള റിപ്പോർട്ട്സ് ഉണ്ട്. ടാംപോൺസ് ഇന്ത്യയിൽ കോമൺ അല്ല. സോ നമ്മൾ അതിനെപ്പറ്റി കൺസേൺ ആവേണ്ട കാര്യം ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്ത് വരുന്ന മെൻസ്ട്രൽ ഹൈജീൻ പ്രോഡക്ട്സ്. അപ്പോൾ എല്ലാ മെൻസ്ട്രേഷൻസും നല്ല ശുചിത്വത്തോടുകൂടി തന്നെ ഫോളോ ചെയ്യുക. മെൻസ്ട്രൽ ഹൈജീൻ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിനും അതുപോലെ തന്നെ യൂറിനറി ട്രാക്റ്റിനൊക്കെ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനും, പിന്നെന്താ സെർവൈക്കൽ ക്യാൻസറിന് ഒരു ബേസ്, അതായത് അതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു കോഴ്സ് അല്ല, പക്ഷേ ഇങ്ങനത്തെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ അതിന്
പ്രീഡിസ്പോസ് ചെയ്യും. സോ അങ്ങനെയൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സ് ഇപ്പോഴേ ഫോളോ ചെയ്ത് നമുക്ക് അങ്ങനെ നമ്മളുടെ ഒരു ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മെൻസ്ട്രൽ ഹൈജീനൊക്കെ ഫോളോ ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.